പ്രശസ്തമായ പഴഞ്ഞി അരുവായ് ശ്രീ ചെറുവരമ്പത്തുകാവ് ഭഗവതി ക്ഷേത്രത്തിലെ പൂരം വേലമഹോത്സവങ്ങൾ ഫെബ്രുവരി 27-28 തീയതികളിലായി ആഘോഷിക്കും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ കുന്നംകുളത്ത് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. 27-ാം തീയതി ആനപ്പൂരവും 28-ന് തട്ടകദേശങ്ങളിൽ നിന്നുള്ള കാവടി, തെയ്യം, തിറ, പൂതൻ തുടങ്ങിയ കലാരൂപങ്ങളുടെ അകമ്പടിയോടെ വേലാഘോഷവും നടക്കും. 53 ദേശങ്ങൾക്ക് അധിപയായ ചിറവരമ്പത്തുകാവിലെ തട്ടകത്തമ്മയുടെ പൂരക്കാലത്തിന് ഒരുക്കങ്ങളായി കഴിഞ്ഞു. കൊയ്ത്തുകഴിഞ്ഞ പാടങ്ങളിൽ ആനച്ചൂര് പരക്കാനും ഒഴുകിയെത്തുന്ന പൂരപ്രേമികളെ സ്വീകരിക്കാനും തട്ടകം ഒരുങ്ങി. മകരച്ചൊവ്വ ദിവസം ദീപാരാധനയ്ക്ക് ശേഷം കൂറയിട്ട് ആരംഭിച്ച് കുംഭത്തിലെ 3-ാമത്തെ വെള്ളിയാഴ്ചയാണ് ക്ഷേത്രത്തിൽ താലപ്പൊലി എന്ന പൂരവേല മഹോത്സവം ആഘോഷിക്കുന്നത്. ഓരോ പൂരപ്രേമികളുടെയും കണ്ണും മനസ്സും നിറയ്ക്കുന്ന ഉത്സവാഘോഷത്തിൽ കേരളത്തിന്റെ തലയെടുപ്പുള്ള 50ഓളം ഗജവീരന്മാരും ഉത്സവകേരളത്തിന്റെ വാദ്യപ്പെരുമ ലോകമെമ്പാടും പരത്തിയ വാദ്യകലാകാരന്മാരും പങ്കെടുക്കും. ഈ വർഷത്തെ പൂരമഹോത്സവം ഫെബ്രുവരി 27-28 ശനി, ഞായർ, വെള്ളി, ശനി ദിവസങ്ങളിലാണ് ആഘോഷിക്കുന്നത്. 27-ാം തീയതി വെള്ളിയാഴ്ച ആനപ്പൂരവും അവകാശികളുടെ വേലവരവും 28-ന് തട്ടകദേശത്തിന്റെ കാവടി, തെയ്യം, തിറ, പൂതൻ എന്നിവയുടെ എഴുന്നള്ളിപ്പുമാണ് നടക്കുക. 27-ാം തീയതി വെള്ളിയാഴ്ച വിശേഷാൽ പൂജകൾക്കും നടപ്പറയ്ക്കും ശേഷം 2:30-യോടെ മേളകലാരത്നം വെള്ളിത്തിരുത്തി ഉണ്ണിനായരുടെ പ്രമാണിത്വത്തിൽ 100-ൽ പരം വാദ്യകലാകാരന്മാർ പങ്കെടുക്കുന്ന നടപ്പുര പഞ്ചാരിയോടെ ഭഗവതിയെ പുറത്തേക്ക് എഴുന്നള്ളിക്കും. ഗജോത്തമൻ പട്ടാമ്പി മണികണ്ഠൻ ഭഗവതിയുടെ തിടമ്പേറ്റും. തട്ടകത്തെ 38 പ്രാദേശിക കമ്മിറ്റികളുടെ എഴുന്നള്ളിപ്പുകൾ ആരംഭിച്ച് 5:45-ന് പാടത്ത് 50 ഗജവീരന്മാർ അണിനിരന്ന് നടക്കുന്ന കൂട്ടിയെഴുന്നള്ളിപ്പിൽ പാണ്ടിമേളം അകമ്പടിയാകും. തുടർന്ന് ദീപാരാധന, നിറമാല, ദീപക്കാഴ്ച, പയ്യഴിപ്പറ എന്നിവയോടെ പകൽപൂരം സമാപിക്കും. രാത്രി ഭഗവതിയുടെ താലപ്പൊലിയും 1 മണിക്ക് കണ്ടുരുത്തി ഭഗവതി ക്ഷേത്രത്തിൽ നിന്നും മധു എഴുന്നള്ളിപ്പും പുലർച്ചെ 5:30-ന് കൂട്ടിയെഴുന്നള്ളിപ്പും ഉണ്ടാകും. ശേഷം ആനകൾ ക്ഷേത്രപ്രദക്ഷിണം ചെയ്യുന്നതോടെ ആനപ്പൂരം സമാപിക്കും. 28-ാം തീയതി ശനിയാഴ്ച ഉച്ചതിരിഞ്ഞ് 6:15-ന് കാവടി, തെയ്യം, കരിങ്കാളി, തിറ, പൂതൻ, മറ്റ് കലാരൂപങ്ങൾ എന്നിവ ക്ഷേത്രത്തിലെത്തി ഭഗവതിയെ വണങ്ങും. തുടർന്ന് ദീപാരാധന, നിറമാല എന്നിവയും രാത്രി 10 മണിക്ക് വടക്കൻ വാതിലിൽ നടക്കുന്ന ഗുരുതിയോടെ പൂരവേല ചടങ്ങുകൾക്ക് സമാപനമാകും. വാർത്താസമ്മേളനത്തിൽ ക്ഷേത്ര ഭരണസമിതി ഭാരവാഹികളായ KG ഗിരീഷ്, PK രാധാകൃഷ്ണൻ, EV അനിൽകുമാർ, PK രവി എന്നിവർ പങ്കെടുത്തു.